ഹലോ ഗൈസ്, എന്തായാലും ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് എന്നാൽ പിന്നെ ഇങ്ങോട്ട് പരിചയപ്പെടാമെന്ന് എന്നെ അങ്ങോട്ട് വിചാരിച്ച്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് കേട്ടോ ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. നാട് പറയേണ്ട തുടങ്ങാന്ന് പറഞ്ഞാൽ മനസ്സങ്ങോട്ട് സമ്മതിക്കാനുള്ള. പിന്നെ MBA ഫൈനൽ ഇയർ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് കൂടെയാണ് കേട്ടോ ഞാൻ. ഇതൊക്കെയാണ് എന്നെപ്പറ്റി ചെറുതായിട്ട് പറയാനുണ്ടെങ്കിൽ ഈ കാണുന്ന ആളില്ലേ, ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട കെട്ടിയവനാണ് കേട്ടോ. അത് പുള്ളി ദുബായിലെ വെയോലിയ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ ഡ്രൈവേഴ്സ് മോണിറ്ററിംഗ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ പ്രവാസിയാണ് കേട്ടോ. പുള്ളി പ്രവാസിയാവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ഞാനാണ്. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി പ്രവാസിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. പുള്ളിയുടെ അടുത്ത വരവിലുള്ള ലീവിന് വേണ്ടി കാത്തിരിപ്പിലാണ് ഇപ്പം എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളീനത് എന്നും ചോദിക്കുക, എന്നാ വരണേ ചോദിക്കലാണ് എൻ്റെ പരിപാടി. എല്ലാത്തിനും തുടക്കം ഇവിടെ നിന്നാണ് കേട്ടോ. ഒരു 5-6 വർഷം മുന്നാണ് ഈ ഫോട്ടോ എടുക്കണത് കേട്ടോ. ഒരു ഹിന്ദു പയ്യൻ, പേര് അശ്വിൻ, ആൽറീന എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനി പെണ്ണിനായിട്ട് പ്രേമത്തിലായി, ഇഷ്ടത്തിലായി. അവർക്ക് ഇടയിലുണ്ടായ ഒരു സ്നേഹത്തിൻ്റെ ഡെപ്തും സാക്രിഫൈസും പിന്നെന്താ എല്ലാത്തിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ഫാമിലിയാണ് കേട്ടോ. എന്തൊരു സപ്പോർട്ടാണെന്നറിയോ. ഒരു ഹിന്ദു ക്രിസ്ത്യൻ വെഡ്ഡിങ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. അത് ഫാമിലിയുടെയും എല്ലാ റിലേറ്റീവ്സിൻ്റെയും സപ്പോർട്ട് കൂടി നടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണെന്ന് എനിക്ക് ഒട്ടും തോന്നാറില്ല. എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയും റിലേറ്റീവ്സും തന്നെയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഈ ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഞങ്ങൾ നന്നായിട്ട് കൊണ്ടുപോയി എന്നുള്ളതും പുള്ളിക്കും എനിക്കും കിട്ടിയ ഫാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടായ സപ്പോർട്ടുമാണ്. ലവ് മാരേജ് ഒക്കെ ഇപ്പോൾ ഭയങ്കര കോമണാണ്. പക്ഷേ ഇൻ്റർകാസ്റ്റ് വെഡ്ഡിങ് ആയിട്ടൊരു ഫാമിലി സപ്പോർട്ടുകൂടെ എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇൻ്റർകാസ്റ്റ് എന്ന് തന്നെയാണോ പറയുക അല്ലെങ്കിൽ ഇൻ്റർ റിലീജിയൻ എന്ന് പറയുമെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എന്താ പറയുക, ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.